ഹായ് ഓൾ. പ്രഗ്നന്റ് ലേഡീസിന് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് എക്സസൈസ് എക്യുപ്മെന്റ് ആണ് എക്സസൈസ് ബോൾ. സ്വിസ് ബോൾ എന്നും ഫിസിയോ ബോൾ എന്നും ബർത്ത് ബോൾ എന്നും ഒക്കെ ഇതിനെ പറയാറുണ്ട്. ഇനി ഒരു എക്സസൈസ് ബോൾ വാങ്ങുമ്പോൾ എങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സൈസ് ചൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ പറഞ്ഞ ഫിസിയോ ബോൾ അല്ലെങ്കിൽ എക്സസൈസ് ബോൾ. സോ ഇതൊരു കോസ്റ്റ് എഫക്റ്റീവ് എക്സസൈസ് എക്യുപ്മെന്റ് ആണെന്ന് പറയാനുള്ള കാരണം ഈ ഒരു ബോൾ കൊണ്ട് നമുക്ക് സ്ട്രെങ്ത് ട്രെയിനിങ്ങും സ്ട്രെച്ചിങ്ങും ബാലൻസ് ട്രെയിനിങ്ങും അതുപോലെ പോസ്റ്റർ കറക്ഷൻ അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എങ്ങനെ ഒരു കറക്റ്റ് സൈസിലുള്ള എക്സസൈസ് ബോൾ ചൂസ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ സ്വിസ് ബോളിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ കാൽമുട്ടും അതുപോലെ തന്നെ ഹിപ്പ് ജോയിന്റും ഒരേ ലൈനിലായിരിക്കണം വരേണ്ടത്. ബോൾ മേടിക്കുന്ന സമയത്ത് ഇത് ഫില്ല് ചെയ്ത് സൈസ് ചെക്ക് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാവില്ല. പിന്നെ എങ്ങനെ നമുക്ക് ഹൈറ്റ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യാം? നിങ്ങളുടെ ഹൈറ്റ് 5 അടി 2 ഇഞ്ചിന് താഴെയാണെങ്കിൽ അഥവാ 157 സെന്റിമീറ്ററിന് താഴെയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സ്വിസ് ബോളിന്റെ സൈസ് എന്ന് പറയുന്നത് 55 സെന്റിമീറ്റർ ആണ്. ഇതാണ് 55 സെന്റിമീറ്ററിന്റെ എക്സസൈസ് ബോൾ. അതുപോലെ തന്നെ നിങ്ങളുടെ ഹൈറ്റ് 5 അടി 2 ഇഞ്ച് മുതൽ 5 അടി 7 ഇഞ്ച് വരെയാണ്. അതായത് 157 സെന്റിമീറ്റർ മുതൽ 173 സെന്റിമീറ്റർ വരെയാണെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ട സൈസ് എന്ന് പറയുന്നത് 65 സെന്റിമീറ്റർ ആണ്. അതാണ് ഈ സൈസിലുള്ള ബോൾ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത്. സോ ഇത് നിങ്ങളുടെ ഹൈറ്റ് 5 അടി 7 ഇഞ്ചിന് മുകളിലാണെങ്കിൽ 173 സെന്റിമീറ്ററിന് മുകളിലാണെങ്കിൽ ചൂസ് ചെയ്യേണ്ടത് 75 സെന്റിമീറ്റർ ഉള്ള സ്വിസ് ബോൾ ആണ്. ഇനി എന്തുകൊണ്ടാണ് സ്വിസ് ബോളിന്റെ സൈസ് കറക്റ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്നതിന് ഇത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതെന്ന് നോക്കാം. എന്റെ ഹൈറ്റ് 5 അടി 4 ഇഞ്ച് അഥവാ 160 സെന്റിമീറ്റർ ആണ്. ഞാനിപ്പോ ഒരു 55 സെന്റിമീറ്റർ ഉള്ള സ്വിസ് ബോൾ ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ കാൽമുട്ട് എന്റെ ഹിപ്പിനേക്കാളും മുകളിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ എന്റെ ഹിപ്പ് ജോയിന്റ്സ് കാൽമുട്ടിനേക്കാളും താഴ്ന്നാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് പ്രോപ്പർ സ്റ്റെബിലിറ്റി തരില്ല. അതുപോലെ തന്നെ നമുക്ക് ബാലൻസ് ഇഷ്യൂസും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്വിസ് ബോൾ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ അതിലിരിക്കുന്ന സമയത്ത് നമ്മുടെ ഹിപ്പ് ജോയിന്റ് നീ ജോയിന്റിനെക്കാളും ഉയർന്നാണ് ഇരിക്കുക. അതുപോലെ തന്നെ നമുക്ക് കാൽപാദങ്ങളും നിലത്ത് ഫിക്സ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലാറ്റ് ആയിട്ട് വെക്കാൻ പറ്റൂല. അപ്പൊ ഇതും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബാലൻസ് ഇഷ്യൂസ് ഉണ്ടാക്കും. സോ ഇതിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് ഒട്ടും സേഫ് അല്ല. ഇനി ഞാൻ 65 സെന്റിമീറ്ററിന്റെ ബോൾ ചൂസ് ചെയ്തിരിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എന്റെ നീ ജോയിന്റ് ഹിപ്പ് ജോയിന്റും ഒരേ ലെവലിലാണുള്ളത്. അതുപോലെ തന്നെ എനിക്കിതിൽ മാക്സിമം സ്റ്റെബിലിറ്റിയും ബാലൻസും കിട്ടും. എക്സസൈസ് ബോൾ സെലക്ട് ചെയ്യുമ്പോൾ പ്രോപ്പർ സൈസ് ആയിട്ടുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കറക്റ്റ് സൈസിലുള്ള ഒരു എക്സസൈസ് ബോൾ മേടിച്ചാൽ മാത്രമാണ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രഗ്നന്റ് ലേഡീസ് ബർത്ത് ബോൾ ഉപയോഗിച്ച് എക്സസൈസ് ചെയ്യുമ്പോൾ ബാലൻസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ഇനി എക്സസൈസ് ബോൾ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ മുകളിൽ ഇരുന്ന് സ്റ്റാറ്റിക് ആയിട്ടുള്ള ബാലൻസ് അച്ചീവ് ചെയ്തതിനു ശേഷം മാത്രം ഡൈനാമിക് എക്സസൈസുകളിലോട്ട് കടക്കാം. ആദ്യഘട്ടങ്ങളിൽ ഒരു സപ്പോർട്ടോടു കൂടെയോ അല്ലെങ്കിൽ ഒരാളുടെ സഹായത്തോടു കൂടെയോ മാത്രം എക്സസൈസ് ചെയ്യാം. സോ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഇതുപോലെയുള്ള കൂടുതൽ പ്രഗ്നൻസി, പോസ്റ്റ്പാർട്ടം, പെൽവിക് ഫ്ലോ, ഫിസിക്കൽ തെറാപ്പി റിലേറ്റഡ് കോണ്ടന്റ്സിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് അറിയാവുന്ന പ്രഗ്നന്റ് ലേഡീസിനെ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.